നമ്മളിൽ എത്ര പേരുടെ കുട്ടികൾ ചെറുതായിരുന്നു അപ്പോൾ വീണിട്ടുണ്ടാവും, കട്ടിലിൽ നിന്നോ ടേബിളിന്റെ മേളിൽ നിന്നോ മേശയുടെ മേളിൽ നിന്നൊക്കെ. ചെറിയ കുട്ടികൾ വീഴുന്നത് ഭയങ്കര നോർമലാണ്. അവർ കമഴാൻ തുടങ്ങിയാൽ തന്നെ പിന്നെ ഉരുണ്ടിട്ടും നിന്നിട്ടും പിന്നെ നിൽക്കാൻ നോക്കും അല്ലെങ്കിൽ നടക്കാൻ നോക്കും. ഇതിലൊക്കെ വീഴ്ചകൾ ഭയങ്കര നോർമലാണ്. നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് തിങ്, കുട്ടി വീണ ഉടനെ നമ്മൾ കാമായിട്ടിരിക്കാൻ നോക്കണം. നമ്മൾ ഫ്രീക്ക് ഔട്ട് ആയാൽ പേടിച്ചാൽ അത് അവരതുപോലെ അബ്സോർബ് ചെയ്ത് അവരും ഭയങ്കര ബഹളവും കരച്ചിലൊക്കെ ആയിരിക്കും. 2, കുട്ടിയെ എടുത്തൊന്ന് സമാധാനിപ്പിക്കാൻ നോക്കുക. കുട്ടി റെസ്പോൺസീവ് ആണോ എന്ന് നോക്കുക. കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ബഹളം വെക്കുന്നുണ്ടെങ്കിൽ കുട്ടി ആക്ച്വലി വലിയ കുഴപ്പമുണ്ടാവില്ല, വേദന കൊണ്ടുള്ള കരച്ചിൽ മാത്രമായിരിക്കും. ഐസ് വെക്കാൻ നോക്കുക. കുട്ടിക്ക് പാല് കൊടുക്കുന്ന കുട്ടിയാണെങ്കിൽ പാല് കൊടുക്കാൻ നോക്കുക. കുട്ടിയുടെ ബോധം പോകുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക. എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞ ആകെയുള്ള ഒരു കാര്യമായിരുന്നു, കുട്ടി വീണിട്ട് ബോധം പോയിട്ടില്ലല്ലോ, അപ്പോൾ വലിയ കുഴപ്പമില്ല. കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും, ബട്ട് അതാണ് ഫാക്റ്റ്. മിക്ക ചെറിയ കുട്ടികൾക്കും ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ഐസ് വെക്കാൻ തീരെ ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ കഴിയുന്നത്ര ഫോഴ്സ് ചെയ്ത് ഐസ് വെക്കാൻ നോക്കും. ഞാൻ റൂഹിക്കായാലും ഈസക്കായാലും ചെയ്യുന്നത് ഫോഴ്സ് ചെയ്ത് ഐസ് വെക്കും. എവറി 20 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യാൻ നോക്കും. ആ മുഴ വലുതാണെങ്കിൽ പെട്ടെന്ന് മാറും. ആ ദിവസം നിങ്ങൾ കുട്ടിയെ കഴിയുന്നത്ര മോണിറ്റർ ചെയ്യാൻ നോക്കുക. കുട്ടിക്ക് വേറെ ചേഞ്ചസ് ഒന്നുമില്ല, പനി കൂടുന്നില്ല, വെള്ളയും കുറച്ച് ദിവസങ്ങളായിട്ടും കുറേന്ന് കാണുന്നില്ല, അവിടെ ബ്ലഡ് കട്ടയായ ഒരു ലുക്കുണ്ട് എന്നൊക്കെ കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പേടി തോന്നുക അല്ലെങ്കിൽ ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഡോക്ടേഴ്സിനെ വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ഡോക്ടറെ അപ്രോച്ച് ചെയ്യാം, എമർജൻസി കൊണ്ടുപോകാം, എല്ലാം ചെയ്യാം. പക്ഷെ കഴിയുന്നത്ര ഇൻഫോംഡ് ആയിട്ടിരുന്ന് നിങ്ങൾക്ക് അൺവാണ്ടഡ് ഡോക്ടർ വിസിറ്റ്സ് അവോയ്ഡ് ചെയ്യാം.